ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനൂസ് റെസിപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി. നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോവാം. അതിനായിട്ട് ഞാനൊരു അര ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് ഒരു പാത്രത്തിൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും അതിനൊരു അര പാത്രം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ആ പാത്രത്തിന് ഒരു 3/4 പാത്രം പാൽപ്പൊടിയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാൽപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം. ഇതുപോലെ ചെയ്ത് നോക്കണവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ തന്നെ ഇത് രണ്ടും പാട് ഇടാൻ നിൽക്കണൊക്കെ ഗ്യാപ്പിൽ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ കയ്യിൽ പിടിക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇളക്കാനൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു പരുവത്തിൽ ഇതിൽ കറുത്തല്ല ഒരു കാപ്പി കളറിൽ കാണുന്നുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണമല്ലോ, നമുക്ക് വറ്റിച്ച് കൊണ്ടുവരേണ്ട സാധനമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്, ഏറെക്കുറെ ഒരു വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്നും കൂടെ വറ്റട്ടെ, നന്നായിട്ടൊന്ന് കുറുകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്, വല്ലാണ്ട് കൈ വിട്ട് പോകണമൊന്നുമില്ല. അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഞാൻ കേട്ടോ. അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല മധുരമൊക്കെ ഉണ്ട്. പഞ്ചസാരയും പാൽപ്പൊടിയല്ലേ, പാലും പിന്നെ ഇപ്പം ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം നമുക്കിത് ട്രേയിലേക്ക് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്നും പാടി ഒന്ന് കുറുകട്ടെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ചട്ടിയിൽ നിന്നൊക്കെ അതൊക്കെ കണ്ടോ നന്നായിട്ട് വിട്ട് പോരുന്നുണ്ട്. കയ്യിലുമെന്നൊക്കെ ഇങ്ങനെ കൊട്ടിയാലൊക്കെ പോരുന്ന ഒരു പരിവായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. ഒന്നുപാടി ഒന്ന് വറ്റിയിട്ട് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ബട്ടർ തടവി കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ സംഭവം ചൂടോട് കൂടെ തന്നെ വന്നിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അതിലിരുന്നിട്ട് സെറ്റായാൽ മതിയല്ലോ. അപ്പോൾ അത് ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മേൽഭാഗം ഒന്നിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുകയല്ല, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. മേൽഭാഗം ഇങ്ങനെ റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് അമർത്തി കൊടുക്കട്ടെ കേട്ടോ. അതെന്തായാലും ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ്റെ പരിപാടിയാണ്. ഞാൻ അണ്ടിപ്പരിപ്പാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് പിസ്ത വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബദാം വെച്ച് കൊടുക്കുക, ഇനി കിസ്മിസ് ആണെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഞാൻ എന്തായാലും അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു വട്ടത്തിലുള്ളൊരു ട്രേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓർഡർ ഇടണില്ല. നേരെ മറിച്ചൊരു ചതുരത്തിലൊക്കെ ഉള്ളതായിരുന്നെങ്കിൽ നമുക്കൊരു കണക്കിലൊരു ഓർഡർ ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റിന് ശേഷം ചെറിയൊരു ചൂടാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടിട്ടോ, നല്ലോണം സെറ്റാകാൻ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ നമുക്കൊന്ന് കത്തി കൊണ്ട് വരഞ്ഞെടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. കട്ട് ചെയ്ത് വേറെ എടുത്ത് വെക്കണില്ല കേട്ടോ, അത് പറ്റിന് ചൂടാറിയിട്ടേ വെക്കാൻ പറ്റുള്ളൂ. എന്തായാലും പറ്റിന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനെല്ലാം വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ പണിയൊന്നും ഇല്ലാത്തതല്ലേ, വലിയ ചിലവും ഇല്ലാത്ത സംഭവമല്ലേ. വേണ്ടവരൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.